ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സംഗീത. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ യൂട്യൂബിൽ നിന്നൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ബഹ്റൈനിൽ ഓട്ടം ഫെയർ ഉണ്ടായിരുന്നു. അപ്പം അതിലത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ടാണ്. ചെറിയ വ്ളോഗാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത്. ഇത് ഇന്ത്യൻ സ്റ്റോളാണ്. ആദിവാസി നീലാംബരി ഹെർബൽ ഓയിൽ എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണക്കുപ്പികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. കഷണ്ടി മാറാനായിട്ട് മുടി നന്നായിട്ട് നീളം വെക്കും എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ വാങ്ങിയില്ല. നല്ല റേറ്റ് ഉണ്ട്. പിന്നെ ഇതാ കോപ്പറിൻ്റെ പ്രഷറൊക്കെ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മോതിരം ബ്രേസ്ലെറ്റ് ആണെന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് ബ്രേസ്ലെറ്റ് ഹസ്ബൻഡ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഒരുപാട് ജ്വല്ലറി കളക്ഷൻസ് ഉണ്ട്. അത് പല മോഡൽസാണ്. നല്ല സ്റ്റോൺസൊക്കെ വെച്ചിട്ടുള്ളതും പിന്നെ ഇത് നല്ല കല്ലൊക്കെ വെച്ചിട്ടുള്ള ഡയമണ്ട്സിൻ്റെ പോലെ തന്നെ ഉള്ളൊരു നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പല പല രാജ്യങ്ങളിലുള്ള സ്റ്റോളുകളാണ് കേട്ടോ. ഇതിൽ നമ്മളുടെ ഇപ്പോൾ ഈ നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദിവാസിയിലത്തെ രുദ്രാക്ഷം വെച്ചിട്ടുള്ള ജ്വല്ലറീസൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മളുടെ ഏരിയയാണ്. ഒരുപാട് ക്ലേ പോട്ട്സ്, എന്ത് ഭംഗിയാണ് ഇരിക്കുന്നത് കാണാനായിട്ട് എന്നറിയാം. നമുക്ക് എല്ലാതും വാങ്ങി കൊണ്ടുവരാനായിട്ട് തോന്നും. അത്രയും ഭംഗിയാണ്. ഇത് കണ്ടില്ലേ, മഡ് വീലിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നതും നമുക്ക് കാണാം. അത് പക്ഷേ ജസ്റ്റ് ഡെമോ കാണിക്കുന്നതാണ് കേട്ടോ. എന്ത് രസമാണെന്നറിയോ, ഇതിന് നല്ല പെയിൻറ്റിങ്സ് ഒക്കെ ആയിട്ട് നല്ല ആസ്തറ്റിക് ആൻഡ് ഇൻട്രസ്റ്റി വൈബ്സ് ഉള്ള ഒരുപാട് ബൗളുകളും ഗ്ലാസ്സുകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. കണ്ണെടുക്കാൻ തോന്നില്ല, നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും, അത്രയ്ക്ക് ഭംഗിയാണത് ഓരോന്നും കാണാനായിട്ട്. അതേപോലെ തന്നെ പറയാനായിട്ടുള്ളതാണ് ഹോം ഡെക്കറേറ്റൻസ്. ഒത്തിരി കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഏതെടുക്കണം എന്ന് തോന്നും, അത്രയ്ക്ക് കൺഫ്യൂഷൻ ആവുന്ന തരത്തിലുള്ള ഒരുപാട് നല്ല നല്ല സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഡ്രീം ക്യാച്ചേഴ്സൊക്കെ പല തരത്തിലാണ്. അത് നമ്മൾക്ക് ഞാനിതുവരെ കാണാത്ത പല ടൈപ്പിലുള്ള ഡ്രീം ക്യാച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ട് ബാർഗെയിൻ ചെയ്ത് വാങ്ങാനായിട്ട് കഴിവുള്ള ആൾക്കാർക്ക് ഇവിടുന്ന് ഒത്തിരി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോസിൽ എടുത്തിട്ടുള്ളൂ, കാരണം നല്ല തിരക്കായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല.
ഞങ്ങളുടെ ഈ ഒരു ചെറിയ ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.